ശ്രീ സി കെ രവിശങ്കറിലേക്കാണ്. അങ്ങ് പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. വലിയ സംശുദ്ധ രാഷ്ട്രീയം പറയുന്ന ആളുകളൊക്കെയാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയവരും സ്വർണ്ണ കൊള്ളയിൽ സംശയനിഴലിൽ നിൽക്കുന്നവരും ഒക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കേൾക്കാമോ? അതെ, അങ്ങയോട് തന്നെയാണ്. എന്നോടാണോ ചോദിച്ചത്? അതെ, ഇടവേളയ്ക്ക് മുമ്പായി ചോദ്യം കേട്ടില്ല, ആവർത്തിക്കാമോ? അതായത് സംശുദ്ധ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് പൊതുവേദിയിൽ നിറയുന്നവരാണ് നിങ്ങൾ. കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് വലിയൊരു ആരോപണം TI മധുസൂദനെതിരെ ഉയർത്തിയിരുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തി. അങ്ങനെ ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ട ആൾ, സ്വർണ്ണ കവർച്ചയിൽ സംശയനിഴലിൽ നിൽക്കുന്ന ആൾ, ഇവരൊക്കെ ഈ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് കാരായി രാജൻ. ശരി, ഞാൻ ആ ചോദ്യം അപ്പോൾ ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന് ജി സുധാകരൻ പറഞ്ഞത് ഒരാളെയല്ല, പൊളിറ്റിക്കൽ ക്രിമിനൽസ് വേണ്ടുവോളമുണ്ട് CPM-ൽ എന്നാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പരിശോധിക്കുമ്പോൾ നോക്കേണ്ടത്. പ്രിയപ്പെട്ട ആങ്കർ, അങ്ങേക്ക് അറിയാം സുധാകരനെ പല കേസിലും പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ട് ക്രിമിനലാണോ? അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് മോഷണ കേസിൽ പ്രതിയായിട്ടില്ല ജി സുധാകരൻ എന്നാണ്. മോഷണ കേസിൽ ആരാ പ്രതിയായി? രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഈ കളവൊക്കെ ആരോപിക്കപ്പെടുന്ന ശങ്കർജി, അല്ല ശിവശങ്കർജി, നിങ്ങള് അറിയാവുന്ന ഒരാളെന്ന് എടുത്ത് ചോദിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ ഒരു ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറം അതിലൊരു കേസ് എടുത്തിട്ടുണ്ടോ നാട്ടില്? ഞാൻ എന്റെ പാർട്ടിയല്ല ആന്റണി രാജു, എന്റെ പാർട്ടിയല്ല ആന്റണി രാജു. ഞാൻ CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ആന്റണി രാജുവിന്റെ കേസ് അങ്ങ് നിയമം പഠിച്ച ആളാണല്ലോ. അദ്ദേഹത്തിന്റെ ആ കേസിൽ നിന്ന് വിടുതൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇപ്പൊ അനുകൂലമായ വിധിയുണ്ടായോ? അദ്ദേഹത്തിന് അനുകൂലമായ വിധിയുണ്ടായോ? അത് നമുക്ക് അല്ല സമയം കളയണ്ട. ഞാൻ ഒന്നിന്റെ കാര്യം പറഞ്ഞോട്ടെ സാർ. ഒന്ന്, കാൽച്ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം, എനിക്കിപ്പോ 19 വയസ്സ് കഴിഞ്ഞു. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇന്ത്യയില് അന്ന് 25 സംസ്ഥാനങ്ങളാണ്, എല്ലാം കോൺഗ്രസ് ഭരിച്ചിരുന്നവർ. ഇന്ത്യൻ പാർലമെന്റില് വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ദിരാഗാന്ധിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഓർമ്മയിൽ അവരാണ്. ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ന് കോൺഗ്രസിന് ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട്? കാൽച്ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോയത് കോൺഗ്രസ് അറിഞ്ഞില്ലേ? ബംഗാളിൽ ഞാൻ എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ സിദ്ധാർത്ഥ ശങ്കരയാണ് മുഖ്യമന്ത്രി. കേരളത്തിൽ അച്യുതമേനോൻ, CPI അച്യുതമേനോൻ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഭരിക്കുകയാണ്. നിങ്ങളുടെ കാൽച്ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോയത് നിങ്ങൾ ഓർത്തില്ലേ? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളെ നാട്ടിലെ ഏറ്റവും ചെറിയ കക്ഷിയായി മാറി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് അവകാശപ്പെടുന്ന കക്ഷി, നിങ്ങളുടെ ബഹുമാന്യന്മാരായ നേതാക്കളെ പലരെയും എന്റെ പ്രിയപ്പെട്ട ശങ്കർജിയുടെ പാർട്ടി ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി. സർദാർ വല്ലഭായ് പട്ടേൽ അടക്കം കൊണ്ടുപോയില്ലേ? നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കേസിലെ പ്രതികളുടെ ചിത്രം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവച്ചു. നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി താജ് ഇടനാഴി കേസിലെ പ്രതിയാണ്, നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കേസിലെ പ്രതിയാണ്. നിങ്ങളാണോ പറയുന്നത് കാൽച്ചുവട്ടിലെ മണ്ണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഴിച്ചു പോയിന്ന്? നിങ്ങൾക്ക് 2014 പത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ദിവസത്തെ പത്രങ്ങൾ ഓരോ ദിവസവും വരുന്നത് സോളാർ അഴിമതി, സിവിൽ സപ്ലൈസ് അഴിമതി, +2 അഴിമതി, പൊതുമരാമത്ത് വകുപ്പിന്റെ അഴിമതി, കടകംപള്ളിയുടെ ഭൂമി തട്ടിപ്പ്, ബാർക്കോഴ കേസ്, പാലാരിവട്ടം പാലത്തിന്റെ കേസ്, ടൈറ്റാനിയം അഴിമതി, മെത്രാൻകായൽ അഴിമതി, പാമ്പൊലിൻ കേസിന്റെ അഴിമതി. ഈ കഴിഞ്ഞ 10 വർഷം നിങ്ങൾക്ക് ഒരൊറ്റ അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവും. രവിശങ്കർ, അങ്ങ് കോൺഗ്രസിൽ നിന്ന് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ JV ഹരി ഇവിടെ ഉണ്ട്, അദ്ദേഹം മറുപടി പറയട്ടെ. എനിക്ക് ഒരു സെന്റൻസ് കൂടെ പറയാനുണ്ട്. ഇവിടെ ശിവശങ്കർ സാർ ഒരു കാര്യം പറഞ്ഞു. KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന K സുധാകരൻ, അദ്ദേഹം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ജയന്ത് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ജയന്ത് എന്ന് പറയുന്ന പുതിയ ഒരാൾക്ക് അവസരം കൊടുക്കണമെന്ന് അവിടെ കരുതുമ്പോ G സുധാകരൻ എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായ നേതാവ്, ഏറെക്കാലം MLA ആയിരുന്ന ആൾക്ക് പുതിയ ഒരാൾക്ക് അവസരം കൊടുക്കുന്നതും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി സംസാരിക്കണ്ടേ? അപ്പൊ ഇവിടെ എന്നും ഒരാൾ മാത്രം പോരാല്ലോ, പുതിയ ആളുകൾ ഉണ്ടായി വരണ്ടേ? ആ ഉണ്ടായി വരണമെങ്കിൽ നമ്മൾ പഴയ ആളുകൾ ഒഴിഞ്ഞു കൊടുക്കണം. അദ്ദേഹം MP അല്ലേ? ഇവരുടെ പാർട്ടിയിലെ അടൂർ പ്രകാശും. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ശിവഗിരി മഠവും അതോടൊപ്പം ചില മുസ്ലിം സംഘടനകളും ഒക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുകയാണ്. ശിവഗിരി മഠത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് എന്ത് ബന്ധമുള്ളത്?
അവിടെ നിന്നാണ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. നാണമുണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്? വലിയ പാരമ്പര്യമുള്ള പാർട്ടിയെന്നല്ലേ പറയുന്നത്? നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് ചേരിയിലെ സ്വാമിയാണോ? നാണമുണ്ടോ നിങ്ങളുടെ പാർട്ടിക്ക്? ഇവരുടെയൊക്കെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിൽക്കാൻ, ഇവിടുത്തെ സമുദായ നേതാക്കന്മാരുടെയും ഇവിടുത്തെ അല്ലെങ്കിൽ മറ്റ് മത നേതാക്കന്മാരുടെയും മുമ്പിൽ അത്രയ്ക്ക് അധപ്പതിച്ചിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രവിശങ്കർ, താങ്കൾക്ക് ഈ രാജ്യത്ത് നിങ്ങളുടെ പാർട്ടിക്ക് ഈ കേരളത്തിലെ സംസ്ഥാനത്തെ സാംസ്കാരിക സാമുദായിക സംഘടനകൾക്ക് ഒരു വിലയുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതുപോലെയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാ ആളുകളോടും ബഹുമാനമുണ്ട്. ആ ബഹുമാനത്തോടു കൂടി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കും. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അവർ പറയുന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കുക എന്നുള്ളതല്ല. നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കണ്ട. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു നിലപാട് ആളുകൾക്ക് അറിയാം. നിങ്ങൾ അത്തരത്തിൽ ആളുകളോട് യാതൊരു തരത്തിലും അവരെ ബഹുമാനിക്കുകയോ അവർ പറയുന്നത് കേൾക്കാനോ, നിങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ കൊലപാതകളാണെങ്കിലും കൊള്ളക്കാരന്മാരാണെങ്കിലും അവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കി മുന്നോട്ട് പോകുന്നുള്ളത് നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതിനകത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, കുറേ ലിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ആരോപണങ്ങൾ. ഈ ജയിലിൽ കിടന്നിട്ടില്ല, ഇവരാരും ജയിലിൽ കിടന്നില്ല. കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ ഭരിച്ചല്ലോ. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ പിടിച്ച് അകത്തിടുന്നേ. നിങ്ങൾ ആരെ പിടിച്ചകത്തിട്ടു? ഒരാളെപ്പോലും നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുക അല്ലാതെ ഒരാളെപ്പോലും ഈ പറയുന്ന കേസുകളിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് കഴിഞ്ഞ 10 കൊല്ലം കിട്ടിയിട്ട് നിങ്ങൾക്ക് അകത്താക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ജയിലിൽ കിടത്താൻ സാധിച്ചിട്ടില്ല ഒരു 10 ദിവസം പോലും. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ അതല്ലല്ലോ. നിങ്ങളുടെ പത്തനംതിട്ടയിലെ നേതാവ് പത്മകുമാർ എത്ര ദിവസമാണ്? 90 ദിവസമാണ് ജയിലിൽ കിടന്നത്. ഇനി ഇങ്ങോട്ട് വരുന്നത് ഓരോരുത്തരും മുരാരി ബാബു അടക്കമുള്ള ആളുകൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഒരുപാട് പേര് അകത്ത് പോകുന്ന കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എനിക്ക് കൗതുകത്തോടെ ഞാൻ കേട്ടത് ശിവശങ്കർ സാധാരണഗതിയിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് പറയുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ് എനിക്ക് ആദ്യം കൗതുകം തോന്നിയത്, ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ എന്നു മുതലാണ് ശ്രീ ശിവശങ്കറിൻ്റെ അടുത്തെത്തി ഈ പരാതി പറയാൻ തുടങ്ങിയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിമാരൊക്കെ എന്നു മുതലാണ് അങ്ങയോട് വന്ന് ഈ പരാതികളൊക്കെ പറയാൻ. എനിക്ക് അത്ഭുതത്തോടു കൂടി ആ ആളുകളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ചർച്ച കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അപ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ശ്രീ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അല്ലാതെ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയട്ടെ ആരാണെന്ന് പറഞ്ഞതെന്നുള്ളത്. കാരണം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി സംസാരിക്കാനും പറയാനും അല്ല. അതുകൊണ്ട് എനിക്കറിയാം സുഹൃത്തുക്കളുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ ഇങ്ങനെ പരാതി പറയുന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ്. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ പറയാത്ത പരാതി ശിവശങ്കറിനോട് പറയുന്നു എന്നുള്ളത് എനിക്കൊരു കൗതുകമാണ്. ഇനി അങ്ങ് പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി അവിടെ പറവൂരിൽ ചെന്നപ്പോഴെന്നുള്ളതാണ്. ഇതൊക്കെ ഒരു നാടകമല്ലേ? നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് വാങ്ങിച്ചിട്ട് ഇനി നോക്കിക്കോളൂ. LAC ADS പോർട്ടൽ എന്നൊരു പോർട്ടലുണ്ട്. അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്താണ്. ഈ പോർട്ടലിൽ എത്ര രൂപയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇപ്പം അങ്ങ് കയറി നോക്കിയാൽ മനസ്സിലാക്കും. അങ്ങ് നോക്കിയോളൂ എന്തെല്ലാം പദ്ധതികളാണ്. ടോട്ടൽ ഇലക്ട്രിഫിക്കേഷൻ പ്രോജക്റ്റ്, പറവൂരിലുള്ള മുഴുവൻ ഇലക്ട്രിഫിക്കേഷൻ പ്രോജക്റ്റ്. അതെ, അല്ല അതൊക്കെ ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ. ശ്രീ PR ഞാൻ പറയട്ടെ. ഇനി പറവൂരിലുള്ള സ്കൂളുകൾക്ക് നടത്തിയിട്ടുള്ള സംവിധാനങ്ങൾ, ആശുപത്രിക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് താലൂക്ക് ആശുപത്രിയുടെ വികസനം, ഇതെല്ലാം ഞാൻ പറയുന്നതല്ല. ഇതെല്ലാം ഈ LAC ADS പോർട്ടലിൽ കയറി നോക്കിയാൽ ആർക്കും മനസ്സിലാവും എത്ര കോടിയാണ് ഓരോ പദ്ധതിക്കും ചെലവഴിച്ചിരിക്കുന്നത്. 55, 118 കോടി രൂപ, 18 കോടി രൂപ ആരോഗ്യരംഗത്ത്, 28 കോടി രൂപ പൊതുവിദ്യാഭ്യാസത്തിന്, 65 കോടി രൂപ മറ്റ് കാര്യങ്ങളൊക്കെ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇടപെടുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ആർക്കും പരിശോധിക്കാം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ BJPക്ക് മറുപടി പറയുമ്പോൾ രവിശങ്കറിനുള്ള അസ്വസ്ഥത എനിക്ക് മനസ്സിലാവും. ഒറ്റ മിനിറ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ജനങ്ങളെ ഞങ്ങൾ സമീപിക്കും. ഓരോ പ്രാവശ്യവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയുള്ളൂ. ഇത്തവണയും അത് വർദ്ധിക്കും. ഒരു സംശയം. അതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഏറ്റവും അവസാനം ശ്രീ PR ശിവശങ്കർ, കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന കാര്യം ഇവിടെ രണ്ടുപേരും സംസാരിക്കുകയുണ്ടായി. വളരെ കൃത്യമായി CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവിടെ ഒരു പ്രമേയം വരികയുണ്ടായി. നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റായ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു, അത് വലിയ ആശങ്ക ഉളവാക്കുന്നു എന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ വലിയ ആശങ്കയായി ഉയർന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകളെല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം. CPMന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായി കിടന്ന പല വോട്ട് ബാങ്കുകളും BJPയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആരുടെ കാൽച്ചുവട്ടിൽ നിന്നാണ് മണ്ണൊലിച്ചു പോകുന്നത് എന്ന് കൃത്യമല്ലേ? ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കേരളത്തിലെ യുവജനങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളും വളരെ ശക്തമായി ഈ കേരളത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ, പകൽ കൊള്ളയ്ക്കെതിരെ,
അമ്പലക്കൊള്ളയ്ക്കെതിരെ, സ്ത്രീ പീഡനത്തിനെതിരെ, അവിടുത്തെ മന്ത്രിമാർ നടത്തുന്ന വലിയ തട്ടിപ്പുകൾക്കെതിരെ, അത് കോൺഗ്രസിന്റെ ആയാലും, കോൺഗ്രസിന് 10 വർഷം അധികാരത്തിൽ ഇല്ലാഞ്ഞിട്ട് പോലും അവരുടെ യുവ MLA-മാര്, പാവം ഹരിയൊക്കെ പട്ടിണിയായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം കൈസുകൊണ്ടായിരിക്കാം ജീവിക്കണത്, പക്ഷെ ചില MLA-മാരൊക്കെ എവിടെയൊക്കെ ഫ്ലാറ്റ്, എങ്ങോട്ടൊക്കെ ആരെയൊക്കെ ക്ഷണിക്കണം നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകളും സ്ത്രീ പീഡനവും നടത്തുന്ന ഈ ഇടത് മുന്നണികളെയും വലതു മുന്നണിക്കെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്ന് മാത്രമല്ല, ഇപ്പൊ ഹരി പറഞ്ഞതുപോലെ അവരുടെ കമ്പ്യൂട്ടറിലും അതേപോലെ തന്നെ കണക്കുകളിലും വലിയ പണച്ചെലവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളമായോ പദ്ധതികളായോ ഇവ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ അദാലത്തിലൂടെ ഞങ്ങൾ ഈ ഓരോ MLA-യും വിചാരണ ചെയ്യപ്പെടുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഇനി പോർക്കളത്തിലാണ് കേരളം.